നിങ്ങളുടെ കയ്യിൽ ഒരു ഇന്നോവ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മസ്റ്റായിട്ട് കാണുക. അല്ലെങ്കിൽ ഇന്നോവ ഉള്ളൊരു കൂട്ടുകാരൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാടധികം മാറ്റങ്ങൾ നോർമൽ ഇന്നോവയിൽ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ ഇന്ത്യയുടെ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതിൻ്റെ നോർമൽ ആ ഒരു കമ്പനി വന്ന സീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചെടുത്തിട്ട് ഇതേപോലെ ബക്കറ്റ് സീറ്റ് ആക്കിയിട്ടുണ്ട്. തൈ സപ്പോർട്ടും വിങ്സും ഷോൾഡറൊക്കെ ചെയ്തിട്ട് ഒരു കിഡിലൻ ലുക്കിലേക്കാണ് മാറ്റിയത്. അതും കസ്റ്റമർ ചൂസ് ചെയ്ത ഒരു കളറിലാണ് ചെയ്ത് കൊടുത്തത്. അതേ അവർ സെലക്ട് ചെയ്ത ഡിസൈൻ തന്നെയാണ്. ഒപ്പം തന്നെ ഇതിൽ ചെയ്തിട്ടുള്ള ഫോമായാലും നമ്മൾ ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഡെൻസിറ്റി ഉള്ള ഫോമാണ്. കുറഞ്ഞ ഫോമല്ല, കുറഞ്ഞ ഫോമാണെങ്കിൽ ഒരുപാട് കാലം നിൽക്കില്ല. കാരണം കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഷേപ്പ് കാര്യങ്ങളൊക്കെ മാറും. ഇത് നമ്മൾ 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത് ക്യാപ്റ്റൻ ആഫ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ്. ഇത് ഒരുപാടധികം കളേഴ്സിൽ നമ്മളെ ഷോപ്പിൽ അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ ഇതിനോടൊപ്പം തന്നെ ആംറസ്റ്റും ഗിയറിൻ്റെ ആ ഒരു ബൂട്ടും കൂടി ചെയ്തിട്ടുണ്ട്, ആ ഒരു മാച്ച് ആവാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ വേണമെങ്കിൽ റൂഫ് ബ്ലാക്ക് ആക്കാം. ഒപ്പം തന്നെ ആ ഒരു ഡോർ പേഡിൻ്റെ ഈ ഒരു സീറ്റിൻ്റെ സെയിം കളർ ചെയ്യാം. അത് അടുത്ത ബഡ്ജറ്റിൽ ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കിഡിലൻ ആൻഡ്രോയിഡ് സിസ്റ്റം നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് 4x64 ആണ്. 360 ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ 55 വാട്ട് ഔട്ട് ഉണ്ട്. മറ്റുള്ള സ്റ്റീരിയോനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വോളിയം കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ പ്രീമിയം സ്പീക്കേഴ്സൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രസമായിരിക്കും കേൾക്കാനായിട്ട്. ഒപ്പം തന്നെ ഇതിൽ 4G സിം ഇടാൻ പറ്റും. നമുക്ക് ഹോട്ട്സ്പോട്ട് വഴിയല്ല, അല്ലാണ്ട് തന്നെ നമ്മളെ മൊബൈൽ ഫോൺ പോലെ തന്നെയുള്ള നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ വയർലെസ് ആയിട്ട് ആപ്പിൾ കാർപ്ലേ ഉണ്ട്. പിന്നെ ഇതിൽ നമുക്ക് 360 വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ DVR ചെയ്യാം. അതേപോലെ തന്നെ ബാക്ക് ക്യാമറ ആണെങ്കിൽ അതും ചെയ്യാം, ഓപ്ഷണലായിട്ടാണ്. പിന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്പീക്കേഴ്സാണ് മൊറേലിൻ്റെ കോമ്പണൻറ്റും കോവാക്സിലും നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചൂസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം ഹെവി ക്ലാരിറ്റിയാണ് ഈ ഒരു സ്പീക്കേഴ്സ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൽ സെറ്റ് 55 വാട്ടുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രസമായിരിക്കും കേൾക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബാസ് എഫക്റ്റിനായിട്ട് ഒരു ചെറിയൊരു സബ് വൂഫർ എടുത്തിട്ടുണ്ട്. ഡിക്കി സ്പേസ് ഒന്നും അധികം പോവാണ്ട് ഒരു കുഞ്ഞൊരു പ്രൊഡക്റ്റാണ്. കണ്ടില്ലേ, ഇതാണ് ഇതിൻ്റെ എന്താ പറയുക, ഔട്ട്പുട്ടൊക്കെ നൈസാണ്. റേറ്റും വളരെ കുറവ് തന്നെയാണ്. അപ്പോൾ ചെറിയൊരു ഇടി പ്രതീക്ഷിക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. അതേപോലെ തന്നെ വയറിംഗ് കിറ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് സ്കോഷിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാലം ഈട് നിൽക്കും. ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ ഇട്ട് കാണിക്കേട്ടാ. പിന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ് നമ്മളെ ആംബിയൻസ് LED ആണ്. അത് ആംബിയൻസ് LED നമ്മൾ ചെയ്തിട്ടുള്ളത് നമുക്ക് മൊബൈൽ ഫോണിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ. ഒരുപാടധികം ഒട്ടനവധി മോഡുകളുണ്ട്. അപ്പോൾ ഇത് യൂണിവേഴ്സൽ ആയിട്ടാണ്, ഇന്നോവയ്ക്കായിട്ട് വരുന്നതല്ല. നമുക്ക് എല്ലാ വണ്ടിക്കും ചൂസ് ചെയ്യാൻ പറ്റും. ഇതേപോലത്തുള്ള ഐറ്റാണ്. കണ്ടില്ലേ, ഒരുപാടധികം കളർ ചേഞ്ച് നമുക്ക് ചെയ്യാൻ പറ്റും. സിംഗിൾ കളറായാലും മൾട്ടി ആയാലും ഓരോരോ മോഡുകളായാലും നമുക്കിതിൽ മാറ്റാൻ പറ്റും. മൊബൈൽ ഫോണിൽ തന്നെ അത്യാവശ്യം നല്ല രസമാണ്. പ്രീമിയം ക്വാളിറ്റിയുള്ള ഐറ്റാണ്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ടെയിൽ ലാമ്പ് LED ചെയ്തിട്ടുണ്ട്. ഇന്നോവയ്ക്ക് ഒരു ഐറ്റം ചെയ്ത വേറെ ലെവലായിരിക്കും കേട്ടോ. കാരണം വെച്ചാൽ ആ ഒരു കമ്പനി ഒന്ന് ആ ടെയിൽ ലാമ്പ് മാറ്റിയിട്ട് ഈ ഒരു ടൈപ്പ് ഏഡ് ചെയ്യുമ്പോൾ തന്നെ ഒരു സ്പോർട്ടി ലുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. ഒപ്പം തന്നെ ഇത് ആ ഒരു സ്കാനിങ്ങും മാട്രിക്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ്. പ്രത്യേക രസം തന്നെയാണ്. ഒപ്പം തന്നെ നമ്മൾ ആ ഒരു ഡിക്കിയിൽ വരുന്ന ആ ഒരു ക്രോം ഫിനിഷിംഗ് ആയിട്ടുള്ള ആ ഒരു സംഭവം മാറ്റിയിട്ട് നമ്മൾ ആ ഒരു ഇന്നോവയുടെ ബാഡ്ജിങ്ങോട് കൂടിയുള്ള DR ചെയ്തിട്ടുണ്ട്. ഇത് പാർക്കിൽ ഓണാക്കുമ്പോൾ ആ ഒരു ഇന്നോവയുടെ ബാഡ്ജിങ്ങിൽ വൈറ്റ് കത്തും. ഇതുപോലെ ഒരു വെൽക്കിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒപ്പം തന്നെ സ്കാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ബ്രേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ഈ ഒരു വൈറ്റ് ലൈറ്റ് മാറിയിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റെഡിലേക്ക് ആകും കേട്ടോ. അപ്പോൾ അതാണ് ഇത്തരത്തിലുള്ള മോഡിഫിക്കേഷനാണ് നമ്മൾ ബാക്ക് സൈഡിൽ ചെയ്തിട്ടുള്ളത്. വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഈ ഒരു ഹെഡ് ലാമ്പ് നമ്മൾ ഫസ്റ്റ് ചെയ്തിട്ടുണ്ട്. തായ്വാൻ ടൈപ്പാണ്. DRലും വരുന്നുണ്ട്. ഒപ്പം തന്നെ മാട്രിക്സ് ആയിട്ട് ഇൻഡിക്കേറ്ററും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മളെ ഹെഡ് ലാമ്പ് വരുമ്പോൾ വാം ലൈറ്റ് ആയിരിക്കും വരും. 55 വാട്ട് വരുന്നത്. പക്ഷെ ഒട്ടും വെട്ടമില്ല. കസ്റ്റമായിട്ട് ഇങ്ങനത്തെ ടൈപ്പ് ഹെഡ് ലാമ്പിൽ വെട്ടം വളരെ കുറവായിരിക്കും. അപ്പോൾ പരമാവധി വെട്ടത്തിനായിട്ട് നമ്മൾ ഡിമ്മും ബ്രൈറ്റിലും നമ്മൾ ബൾബ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. 240 വാട്ട് വരുന്ന ബൾബ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം വെട്ട കാര്യങ്ങളൊക്കെ കിട്ടും. ഒരു പ്രത്യേക ഒരു രസം തന്നെയാണ് ഹെഡ് ലാമ്പ് ചെയ്ത് കഴിഞ്ഞാൽ. ഒപ്പം തന്നെ നമ്മൾ ആ ഒരു ഗ്രില്ലിൽ വരുന്ന യെല്ലോ ലൈറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും MPV സെഗ്മെൻറ്റുള്ള വണ്ടികൾക്കും അതുപോലെ തന്നെ SUV സെഗ്മെൻറ്റുള്ള വണ്ടികൾക്കും ഒരുപാടധികം വെച്ച് പോകുന്നുണ്ട് ഇവിടെ തന്നെ. അപ്പോൾ പിന്നെ നമ്മുടെ താഴെ സൈഡിലേക്ക് വരുമ്പോൾ ഫോഗ് ലാമ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നോർമൽ ഒരു ഫോഗ് ലാമ്പ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാറിയിട്ട് പ്രൊജക്ടറായിട്ടുള്ള ഈ ഒരു കണക്കിലുള്ള സ്പോർട്ടി ലുക്ക് തരുന്ന ഫോഗ് ലാമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രത്യേകത 3 കളേഴ്സിൽ കത്തും. യെല്ലോ, വാം ലൈറ്റ്, വൈറ്റ് കത്തും. അപ്പം സ്വിച്ച് ഓഫ് ചെയ്ത് ഓണാക്കുമ്പോൾ ഇതിൻ്റെ വർക്കിംഗ് കാര്യങ്ങളൊക്കെ കളർ ചേഞ്ച് കാര്യങ്ങളൊക്കെ വരണം കേട്ടോ. നമ്മുടെ ആ ഒരു ഇന്നോവയുടെ സ്റ്റിയറിംഗ് മാറ്റിയിട്ട് ഫോർച്യൂണിൻ്റെ സ്റ്റിയറിംഗ് നമ്മൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റുമ്പോൾ തന്നെ ഇന്ത്യയിൽ വരുന്ന വ്യത്യാസം നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ള ഇനിയിപ്പോൾ ഉള്ളത് നമ്മൾ ആ ഒരു മൊറേലിൻ്റെ സ്പീക്കേഴ്സിൻ്റെ നമ്മളെ സ്റ്റീരിയോയുടെയും സബ് വൂഫറിൻ്റെ ഒക്കെ ആ ഒരു സൗണ്ട് എഫക്റ്റ് അറിയാനായിട്ട് നല്ലൊരു സോങ് നിങ്ങൾ വെച്ച് കേൾപ്പിക്കാം. അപ്പോൾ
അപ്പോൾ ഇത്രയൊക്കെ തന്നെ നമ്മൾ ഈ ഒരു ഇന്നോവയുടെ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും നമ്മളെ വീഡിയോസും വർക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഏതെങ്കിലും കൂട്ടുകാരന് ഇന്നോവ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ കാണാം കേട്ടോ.